ചതിച്ചെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ നാളെ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ചതിച്ചെന്നല്ല പറയാൻ പറ്റും. ഞാൻ പാർട്ടിയെ ചതിച്ചു, എന്നെന്താ അത് ചതിയനെന്ന് പറയുന്നതും ചതിച്ചെന്നും രണ്ടാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു പാർട്ടി നിൽക്കുന്നു, പാർട്ടിയുടെ ഗുണനന്മകളെല്ലാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ മന്ത്രിയായി, MLA ആയി, ഒരു ഘട്ടം കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രസ്ഥാനത്തെ ഞാൻ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചതിച്ചു എന്നതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു അധപ്പതനം അവിടെ വരെ എത്തിയെന്ന് അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ അവഗണിച്ചു, ഞങ്ങളെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ? അദ്ദേഹത്തെ ഞാനിപ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കണ്ടല്ലോ, എന്ത് സ്നേഹത്തോടെ അത് ഇടപെട്ടത്. ഒരു തരത്തിലും ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. വ്യക്തിപരമായ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ഈ സുധാകരനോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്നും നിൽക്കും, അത് മരിക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയമായ നിലപാട്, വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ആ രാഷ്ട്രീയമായ വഞ്ചനാപരമായ നിലപാടിനെതിരെ പാർട്ടി ഒന്നാകെ, ആലപ്പുഴ ജില്ല പാർട്ടിയുടെ പ്രത്യേകത ഉണ്ട്. ഈ ജില്ലയിലെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട പാർട്ടിയാണ്. ആ പ്രയാസങ്ങളൊക്കെ പാർട്ടി ഒന്നിച്ചാണ് നേരിട്ടത്. ഞങ്ങൾ ഒന്നിച്ചാ കാര്യത്തിൽ നേരിടും. അത് അദ്ദേഹത്തുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല, അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് ആ രാഷ്ട്രീയ നിലപാടിനെതിരെ ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിൻ്റെ പാർട്ടിയുടെ രീതിയിൽ അത് കൈകാര്യം ചെയ്യും.